ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വായു അഥവാ എയറിന്റെ പ്രത്യേകതകൾ തെളിയിക്കുന്ന 2 കൊച്ചു പരീക്ഷണങ്ങളാണ്. കൂട്ടുകാരെ, പരീക്ഷണം കാണാൻ റെഡിയല്ലേ? നമുക്ക് ഒന്നാമത്തെ പരീക്ഷണം നോക്കാം. കൂട്ടുകാരെ, വായു അഥവാ എയറിന് പ്രത്യേകത ഷേപ്പുണ്ടോ? നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കഷ്ണം PVC പൈപ്പും ഒരു ബലൂണും അതിവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ കഷ്ണത്തിലും ഒരു ഗ്ലൗസ് കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാൽവ്. ഇനി ഈ വാൽവിലേക്ക് ബലൂൺ വെച്ച കഷ്ണം കെട്ടി കൊടുക്കാം. ഇനി ഞാൻ ഇത് തിരിക്കാൻ പോകാം. ഇനി ഞാൻ ഈ വാൽവ് അടച്ചു. ഇപ്പോൾ വായുവിന് എന്ത് ഷേപ്പാണ് കൂട്ടുകാരെ? അതെ, ബലൂണിന്റെ ഷേപ്പാണ്. ഇനി മറ്റേ കഷ്ണം ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഞാൻ ഈ വാൽവ് തുറക്കാൻ പോവാണ്. കണ്ടു, ഇതിനുള്ള വായു നേരെ ഈ ഗ്ലൗസിലേക്ക് കയറി. ഇപ്പോൾ ഏത് ഷേപ്പാണ് വായുവിന്? അതെ, ഗ്ലൗസിന്റെ ഷേപ്പാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി കൂട്ടുകാരെ? വായു അഥവാ എയറിന് പ്രത്യേക ഷേപ്പില്ല. അത് ഏതിലാണോ നനയുന്നത് അതിന്റെ ഷേപ്പ് സ്വീകരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ പരീക്ഷണം നോക്കാം. കൂട്ടുകാരെ, വായു അഥവാ എയറിന് നിലനിൽക്കാൻ സ്ഥലം ആവശ്യമാണോ? നമുക്ക് പരീക്ഷണത്തിലൂടെ നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു PVC പൈപ്പും ഒരു ഗ്ലൗസും അതിവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടിന്നില് ഒരു ടിന്ന് നിറച്ചും വെള്ളമുണ്ട്. ഈ PVC പൈപ്പിന്റെ അകത്ത് നിറയെ വായുണ്ട്. ഞാൻ ഈ PVC പൈപ്പ് വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ എന്ത് പറ്റും നോക്കാം. കണ്ടു, ഗ്ലൗസ് വീഴ്ത്തു വന്നു. ഇതിന്റെ അകത്ത് മൊത്തം വായുവായിരുന്നു. ഇത്രയും ഭാഗത്തേക്ക് വെള്ളം കയറി. അപ്പോൾ ഇത്രയും ഭാഗത്തുള്ള വായുവിന് നിലനിൽക്കാൻ സ്ഥലമില്ലാതായി. അപ്പോൾ അത് നേരെ കയറി ഗ്ലൗസിലേക്ക് കയറി. മുക്കുമ്പോൾ കൈവരും, പൊക്കുമ്പോൾ കൈവരും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി കൂട്ടുകാരെ? വായു അഥവാ എയറിന് നിലനിൽക്കാൻ സ്ഥലം ആവശ്യമാണ്. എന്താ കൂട്ടുകാരെ? വായു അഥവാ എയറിന് നിലനിൽക്കാൻ സ്ഥലം ആവശ്യമാണ്. എൻ്റെ 2 കൊച്ചു പരീക്ഷണങ്ങളും എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.